എനിക്കൊരു തെറ്റുപറ്റി. അത് എവിടെ വേണമെങ്കിലും വന്ന് ഏറ്റുപറയാൻ ഞാൻ തയ്യാറാ. ഞാൻ ചെയ്ത തെറ്റെനിക്ക് മനസ്സിലായി. നീ എന്നോട് ക്ഷമിക്കണം. കൊള്ളാം, നല്ല പ്രകടനം. എല്ലാവരുടെയും തലയെ കെട്ടിവെക്കാൻ നോക്കി നടക്കാതെ വന്നപ്പോ ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുന്നല്ലേ? ഈ ക്ഷമ എന്ന് പറയുന്ന വാക്കിനൊക്കെ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ സകല കൊള്ളരുതായ്മയും കാണിച്ചിട്ട് ക്ഷമ പറയാൻ വന്നാൽ ക്ഷമിക്കാനിരിക്കല്ല ഞാൻ. നിങ്ങളോട് ഞാൻ കുറെ ക്ഷമിച്ചതാ, പക്ഷെ ഇനിയില്ല. നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. പിന്നെ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും നിങ്ങളോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. അതിന് നിങ്ങൾ എന്റെ പുറകെ നടക്കുകയും വേണ്ട. ഇനി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ആവണി, സോറി. എന്റെ തെറ്റല്ല, ഞാൻ ഏറ്റു പറഞ്ഞില്ലേ. എനിക്ക് ഒരവസരം കൂടെ തന്നൂടെ? നിങ്ങൾക്ക് ഞാനൊരു അവസരം തന്നിട്ടുണ്ടല്ലോ. നേരത്തെ ഗാർഹിക പീഡനത്തിന് 7 വർഷം അകത്ത് കിടക്കണ്ടായിരുന്നു. അത് ഞാനായിട്ട് ഇല്ലാതാക്കി. അരുന്ധതി വക്കീൽ എന്നോടൊരു 100 വട്ടം പറഞ്ഞതാ, പക്ഷെ അപ്പം ഞാൻ കേട്ടില്ല. ഇനി നിങ്ങൾക്കൊരവസരം ഞാൻ തരില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. നിങ്ങളെ എന്തായാലും ഞാൻ ചെയ്യില്ല. ഞാൻ ജയിലിൽ കിടന്നോളാം. ശിക്ഷ കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും നീ എന്നോട് ക്ഷമിച്ചാൽ മതി. പണ്ടുള്ളവർ പറയും, നാണം ഇല്ലാത്തതിന്റെ പുറകിൽ ഒരാല് മുളച്ചാ അതവൻ തണലായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾക്കും അതേ സ്വഭാവ. നിങ്ങൾ ജീവപര്യന്തം ജയിലിൽ കിടന്നിട്ട് വന്നാൽ പോലും നിങ്ങളോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. വടി. നിന്റെ ചേച്ചി എപ്പോ വരും? ഈവനിങ് ആവും. എന്താ കാര്യം? നിന്റെ ചേച്ചിയുടെ ഐഡിയ അല്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ പോലും നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ ചെന്ന് ഉള്ള തെറ്റെല്ലാം ഏറ്റു പറഞ്ഞ് ഞാൻ ക്ഷമ ചോദിക്കണോന്ന്. അതെ, അവളുടെ ഒരു പരട്ട ഐഡിയ. ഞാൻ പോയി എല്ലാം പറഞ്ഞു. ഒരു കാര്യവും ഇല്ല. ഇനിയിപ്പോ ഞാൻ ഒരു 10 കൊല്ലം ജയിലിൽ പോയി കിടന്നിട്ട് തിരിച്ചു വന്നാലും യാതൊരു പ്രയോജനവും ഇല്ല. പറഞ്ഞു. എനിക്ക് അപ്പോഴേ അറിയുന്നു ഈ ഐഡിയ വർക്കൗട്ട് ആവില്ലെന്ന്. നീ നേരത്തെ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഇത് നല്ല ഐഡിയ ആണ്, ഇത് വർക്കൗട്ട് ആവുന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. അച്ഛനാളെ കൊള്ളാലോ. അച്ഛനോട് ആര് പറഞ്ഞു ഇതൊക്കെ ചാടി കയറി പറയാൻ? നീ ഇപ്പൊ കാല് മറന്ന. അച്ഛൻ എന്റെ എന്തിനാ ചൂടാവണേ? അമ്മ പറഞ്ഞാ ശരി. അച്ഛനെ കുറച്ചാലേ ജയിലെടുക്കണം. ഇവനെ പറഞ്ഞിട്ടെന്താ കാര്യം? എന്റെ അല്ലേ മോൻ? ഇപ്പൊ പറഞ്ഞാണാ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയണത്. ഇപ്പൊ നിന്റെ സംശയമൊക്കെ മാറിയോ? അങ്ങേരുടെ വായി തന്നെ നീ കേട്ടില്ലേ? എനിക്ക് അങ്ങനെ വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. മോഹനന്റെ ചേച്ചിയുടെ ഇത് കാര്യമൊക്കെ എനിക്കറിയാലോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ആ മായമ്മ കയറി വന്നപ്പോ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു. അത് ക്ലിയർ ആയി. എല്ലാരും ഉള്ളപ്പോ അങ്ങേരിത് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് ഓരോരുത്തരോട് എടുത്ത് പറയേണ്ടി വരില്ലായിരുന്നു. വന്നോ? നീയും കൂടെ വേണമായിരുന്നു. എപ്പോ? അച്ഛനാണത് ചെയ്തതിന് പറഞ്ഞപ്പോഴോ? അത് നിനക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം. എനിക്ക് മാത്രല്ല, മാളു ചേച്ചിക്കും അറിയാം. ഓ, അപ്പൊ എന്റെ മക്കളുടെ പ്ലാനിങ് തന്നെ ആയിരുന്നു. ഇത്രയും ബുദ്ധിയൊക്കെ എന്റെ മക്കൾക്ക് ഉണ്ടായിരുന്നോ? ഉണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷെ വർക്കൗട്ട് ആയില്ല. വർക്കൗട്ട് ആയില്ലെന്നോ? എന്ത് വർക്കൗട്ട് ആയില്ലെന്ന്? അച്ഛനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ അമ്മ ക്ഷമിക്കുന്നു വിചാരിച്ചു.
പക്ഷെ അത് നടന്നില്ല. അച്ഛനോട് അമ്മ ജയിലിൽ പോയി കിടക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഇന്നേ വരെ ചെയ്ത ഒരു കാര്യം സമ്മതിക്കാത്ത ആളാ. എങ്ങനെ ഇത് വന്ന് സമ്മതിച്ചു ഞാൻ ആലോചിക്കുകയുണ്ടായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ 2 മക്കളും കൂടെ പറഞ്ഞു വിട്ടാന്ന്. നന്നായിട്ടുണ്ടടാ. ഞാൻ ഈ ഐഡിയ സപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് അപ്പോഴേ അറിയണു ഈ ഐഡിയ വർക്കൗട്ട് ആവില്ല എന്ന്. ഇനി വല്ല ഐഡിയയും ബാക്കിയുണ്ടോ? ഇല്ല, ഇത് ഞങ്ങളെ ലാസ്റ്റ് ഐഡിയ. നിന്റെ ചേച്ചിയാണ് അപ്പൊ എല്ലാ പ്ലാനിങ്ങും നടത്തിയതല്ലേ? ചേച്ചി മാത്രല്ല, അച്ഛനും ഉണ്ട്.